കൊല്ലം ജില്ലയിലെ അമ്പനാട് ഹിൽസിലാണ് ഉള്ളത്. കഴിഞ്ഞ മഞ്ഞുകാലത്ത് നമ്മൾ അമ്പനാട്ടിലേക്കൊന്ന് പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വേനൽക്കാലത്ത് വീണ്ടും നമ്മൾ അമ്പനാട് ഹിൽസിലേക്കൊന്ന് പോവുകയാണ്. എങ്ങനെയുണ്ട് വേനൽക്കാലത്തെ അവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ അറിയാനാണ് ഈ ഒരു യാത്ര പുറപ്പെടുന്നത്. അമ്പനാടിന് തൊട്ടടുത്തുള്ള പുനലൂരും ആര്യങ്കാവുമെല്ലാം നല്ല ചൂടായി നിൽക്കുന്ന സമയമാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം നല്ല തീക്കാറ്റാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത്. പക്ഷേ അമ്പനാട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 4-5 ഡിഗ്രി വരെയൊക്കെ താപനില നമുക്ക് കുറവായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നിലവിൽ വേനൽക്കാലമാണ്. വേനൽക്കാലത്താണ് അമ്പനാട് ഹിൽസിലെ ജക്രാന്ത മരങ്ങളെല്ലാം പൂവിടുന്നത്. പക്ഷേ ഏകദേശം ഒരു മെയ് മാസം ആയതുകൊണ്ട് തന്നെ പകുതിയോളം ജക്രാന്ത മരങ്ങൾ പൂവിട്ടതിന് ശേഷം കൊഴിഞ്ഞു പോയിരുന്നു. പിന്നീട് വാഗമരങ്ങളുണ്ട്, ചുവന്ന വാഗ, ജക്രാന്തയെ നീലവാഗ എന്നും അറിയപ്പെടാറുണ്ട്. അതിനുശേഷം നമ്മൾ ആനച്ചാടി വഴിയാണ് തിരികെ ഇറങ്ങിപ്പോയത്. ആനച്ചാടിയിലും കാഴ്ചകൾ ഒരുപാടുണ്ട്. പക്ഷേ ആനച്ചാടിയിൽ നമ്മൾ ഈ പറയുന്ന തണുപ്പൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ മഞ്ഞുകാലത്ത് നടത്തിയ അമ്പനാട് യാത്രയിൽ സന്ദർശിക്കാൻ കഴിയാത്ത കുറച്ച് സ്ഥലങ്ങൾ കൂടി നമ്മളിന്ന് സന്ദർശിക്കുന്നുണ്ട്. നമ്മുടെ അമ്പനാട് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറവുംതാവളം മാമ്പഴത്തറ വനമേഖലയുടെ അതിർത്തിയായിട്ടുള്ള അമ്പനാടിൻ്റെ LS70 എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. അവിടുത്തെ കാഴ്ചകളും ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ അമ്പനാടിൻ്റെ മിഡിൽ ഡിവിഷനിൽ പഴയ കാലത്തെ ഒരു മിഡിൽ ഡിവിഷൻ ബംഗ്ലാവ് ഉണ്ട്. ബ്രിട്ടീഷ് കാലത്തുള്ളതാണ്. അതിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടുള്ള ഹെയ്ഡേ ആണ് എടുത്ത് നടത്തുന്നത്. പ്ലാന്റേഴ്സ് പോർട്ടിക്കോ എന്ന പേരിൽ അവരിപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ആക്കി ആ ഒരു ബംഗ്ലാവിൽ സ്റ്റേ ഓപ്ഷൻ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്പനാട് യാത്ര നമുക്കിവിടെ ആരംഭിക്കാം. സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. നമ്മൾ പുനലൂർ തെങ്കാശി പാതയിലെ കഴുതുരുട്ടിയിലാണുള്ളത്. കഴുതുരുട്ടിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. കഴുതുരുട്ടിയിലെ റെയിൽവേ അണ്ടർപാസ് കടന്ന് നമ്മൾ അകത്തേക്ക് കടന്നു. ഇതിന് മുകളിൽ കാണുന്നതാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത. നമ്മൾ കഴുതുരുട്ടിയിൽ നിന്ന് യാത്ര ആരംഭിക്കുവാൻ കാരണം എല്ലാവർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കഴുതുരുട്ടി എന്നതുകൊണ്ടാണ്. കാരണം പുനലൂർ തെങ്കാശി പാതയിൽ തന്നെയാണ് കഴുതുരുട്ടി ഉള്ളത്. കഴുതുരുട്ടിയിൽ ഇന്ന് ചന്ത ദിവസമാണ്. റോഡിൻ്റെ ഇരുവശത്തും ആളുകൾ വിവിധതരം സാധനങ്ങളുമായിട്ട് വിൽപ്പനയ്ക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, കഴുതുരുട്ടി എന്ന് പറയുമ്പം ഒരുപാട് എസ്റ്റേറ്റ് മേഖലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ആ എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികളെല്ലാം ഞായറാഴ്ച ദിവസമായിരിക്കും ഇവിടുത്തെ ചന്തയിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അത് രാവിലെ തന്നെ അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒഴിവ് കിട്ടുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അവർ ഈ ഒരു ദിവസം ചന്തയിലേക്ക് വരാനായിട്ട് തിരഞ്ഞെടുക്കും. റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴുതുരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല റോഡ് മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്ര മോശമായ റോഡുകളാണ്. പിന്നീട് ഞാനിന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പില്ലിൻ്റെ ആ ഒരു വെയിറ്റും കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബൈക്കിൽ കൃത്യമായിട്ട് ഈ കുഴികളെല്ലാം എടുത്തറിയുന്നുണ്ട്. പിന്നീട് പ്രകൃതി മനോഹരമായ സ്ഥലത്തു കൂടിയാണ് പോകുന്നത് എന്നതുകൊണ്ട് നമുക്ക് കുഴിയൊക്കെ ഇറക്കി പതുക്കെ അങ്ങ് പോയാൽ മതി. ഇടത്തേക്ക് കാണുന്നതാണ് കുറവന്താവളം മാമ്പഴത്തറ ഭാഗങ്ങളിലേക്കുള്ള റോഡ്. അതുവഴി നമുക്ക് പുനലൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കും. നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് അമ്പനാട് ഹിൽസിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നമുക്ക് ദൂരെയായിട്ട് അമ്പനാട് ഹിൽസിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് പാലങ്ങളും എസ്റ്റേറ്റ് റോഡുകളും ഒക്കെ പിന്നിട്ട് നമ്മൾ ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്പനാട് ഹിൽസിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലോറൻസ് അല്ലെങ്കിൽ പൂത്തോട്ടം എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നിങ്ങൾ അമ്പനാട് ഹിൽസിലേക്ക് വരുന്നതെങ്കിൽ പൂത്തോട്ടം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് അവിടെ നിന്ന് നിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആരോ അമ്പനാട് ഹിൽസ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പൂത്തോട്ടത്തെയാണ്. കാരണം ഇവിടെയാണ് അമ്പനാട് ഹിൽസ് എന്ന് പറഞ്ഞ് മാപ്പിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള റോഡുകളാണ് പിന്നീട് കാണിക്കുന്നത്. എസ്റ്റേറ്റിനകത്ത് തന്നെ ഒരുപാട് റോഡുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ മാപ്പിന് കൺഫ്യൂഷൻ ആവുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരു റോഡും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല. പിന്നീട് നമ്മൾ നേരെയുള്ള വഴി നോക്കി ആളുകളോട് ചോദിച്ചും പറഞ്ഞു അങ്ങ് മുകളിലേക്ക് പോയാൽ മതി. അങ്ങനെ അമ്പനാടിൻ്റെ പ്രവേശന കവാടമായ മെത്താപ്പ് ഗേറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പണ്ട് നമുക്ക് ആനച്ചാടി വഴിയും കയറി വരാമായിരുന്നു. നമ്മുടെ പഴയ വീഡിയോയിൽ ആനച്ചാടി വഴിയാണ് കയറി വന്നത്. പക്ഷേ നിലവിൽ കമ്പനി മെത്താപ്പ് ഗേറ്റ് വഴിയുള്ള പ്രവേശനം മാത്രമേ അനുവദിക്കുകയുള്ളൂ. നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ആനച്ചാടി വഴി പോകാം. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ് ഈടാക്കുന്നത്, ഒരാൾക്കാണ്, വണ്ടിക്കല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ 2 പേരുണ്ടെങ്കിൽ 200, കാറിലാണെങ്കിൽ 6 പേരൊക്കെ ഉണ്ടെങ്കിൽ 600 രൂപ തന്നെ അവർ വാങ്ങും. പിന്നീട് ഈ 100 രൂപയ്ക്ക് അമ്പനാട് വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്കിതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് അമ്പനാട് വന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ അമ്പനാട് എസ്റ്റേറ്റിനകത്ത് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5:30-6 മണി വരെയൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും.
ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും അമ്പനാട് എസ്റ്റേറ്റിൻ്റെ അകത്തായിട്ട് ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും, ഒരു മനുഷ്യൻ പോലും ചിലപ്പോൾ കാണത്തില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറവാണ്. നമ്മളിപ്പോൾ ഒരു വനപ്രദേശത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തി നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാർ പറയും അവിടെ വണ്ടി ഒന്നും നിർത്തരുത്, വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൂടുതലായിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമ്പനാട് എസ്റ്റേറ്റിൽ അതുപോലെയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളത്. പിന്നീട് ആകെ പേടിക്കേണ്ടത് ആനയുടെ ഒരു ശല്യമുണ്ട് എന്നുള്ളതാണ്. ആനയെന്ന് പറയുമ്പോൾ പകലധികം ഇറങ്ങി കാണാറില്ല, എങ്കിലും അത്തരത്തിൽ അപകടകരമല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 100 രൂപ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് വരുമ്പോൾ ഒരു വലിയ തുകയായിട്ടും തോന്നുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം 100 രൂപ കൊടുത്ത് അകത്ത് കയറണോ വേണ്ടോ എന്നുള്ളത്. അങ്ങനെ മെത്താപ്പ് ഗേറ്റിൽ നിന്ന് ഇടത്തേക്ക് കാണുന്ന വഴിയിലൂടെ നമ്മൾ മിഡിൽ ലോവർ ഡിവിഷനിലേക്കുള്ള റോഡിലേക്കാണ് പ്രവേശിച്ചത്. ഈ ഒരു ഭാഗത്താണ് ഈ 2 ഡിവിഷനുകളും ഉള്ളത്. നമ്മൾ കാണാത്ത കാഴ്ചകൾ ഇവിടെയാണുള്ളത്. അന്ന് വന്ന സമയത്ത് നമ്മൾ മെത്താപ്പ് ഗേറ്റിൽ നിന്ന് വലത്തേക്കുള്ള അരണ്ടൽ, വ്യൂ പോയിന്റ്, നമ്മുടെ തേയില ഫാക്ടറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ നമ്മൾ LS70 ഈ ലോവർ മിഡിൽ ഡിവിഷനിലേക്കൊന്നും വന്നിരുന്നില്ല. പിന്നീട് പാസ് എടുക്കുന്നിടത്തു നിന്നായാലും ഇവിടേക്ക് ആരെയും അങ്ങോട്ട് പറഞ്ഞു വിടാറില്ല. കാരണം അവർ പറയുന്നത് ഇവിടെ കാഴ്ചകൾ കുറവാണെന്നാണ്. ശരിയാണ്, ഈ ഒരു ഭാഗത്തൊന്നും വലിയ കാഴ്ചകളില്ല. കാരണം മുകളിലൊക്കെയാണ് തേയിലത്തോട്ടവും പിന്നീട് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന വ്യൂ പോയിന്റും ഒക്കെ ഉള്ളത്. ഇവിടെ കൂടുതലായിട്ട് റബ്ബർ കൃഷി ആയതുകൊണ്ട് തന്നെ ആരെയും അവർ ഇങ്ങോട്ട് വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. എങ്കിലും ഞാൻ ഈ LS70 കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാൻ സാധ്യതയില്ലാതില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിൽ മുകളിലായിട്ടൊരു ചെറിയ പള്ളി കണ്ടതാണ്. മലയുടെ അടിവാരത്തായിട്ട് ഒരു കുഞ്ഞു പള്ളി, കുറച്ചധികം മുകളിലേക്ക് പോകാനുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനൊരു പള്ളിയെക്കുറിച്ച് കണ്ടിരുന്നു. ഏകദേശം 2 കുടുംബങ്ങൾ മാത്രമേ ഈ പള്ളിയിലുള്ളൂ എന്നായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. സത്യമാണോ എന്നറിയില്ല. എങ്കിലും പള്ളി കാണാൻ അതിമനോഹരമാണ്. കാരണം വലിയൊരു മലയുടെ അടിവാരത്തായിട്ടാണ് ഒരു കുഞ്ഞു പള്ളിയുള്ളത്. ഞാൻ എന്തായാലും നടന്ന് മുകളിലേക്ക് കയറി. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം അമ്പനാട്, അല്ലെങ്കിൽ തന്നെ സൈലൻ്റ് ആയിട്ടുള്ള അമ്പനാട്ടിൽ ഇത്രയധികം കാമായിട്ടുള്ളൊരു പ്ലേസ് വേറെ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ പണിയേണ്ടത് ഇതുപോലെയുള്ള പ്രദേശങ്ങളിലാണ്. നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനാണല്ലോ മിക്ക ആളുകളും ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത്. പള്ളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് ഞാൻ നോക്കി. താഴെ ഒരു വീട് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങി. പള്ളിയിൽ നിന്നിറങ്ങി കുറച്ച് ദൂരം കൂടി നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം കുറച്ചും കൂടി ആരാധനാലയങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് ഭാഗമായതുകൊണ്ട് തന്നെ തൊഴിലാളികൾ കൂട്ടം കൂടി താമസിക്കുന്നിടത്തെല്ലാം അവരുടേതായ ആരാധനാലയങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന പ്രദേശമാണ് LS70. നമ്മുടെ അമ്പനാട്ടിലേക്ക് ഒരു KSRTC സർവീസ് നടത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ആ ഒരു KSRTC അരണ്ടൽ വരെയാണ് സർവീസ് നടത്തുന്നതാണ് പലർക്കും അറിയാവുന്നത്. അരണ്ടൽ വരെ മാത്രമല്ല, അരണ്ടലിൽ പോയിട്ട് ആളെ ഇറക്കിയിട്ട് പിന്നീട് ഈ LS70 വന്നിട്ടാണ് നമ്മുടെ KSRTC ബസ് മടങ്ങി പോകുന്നത്. നമ്മൾ കുറച്ച് ദൂരം കൂടി താഴേക്ക് വന്നു. ഇവിടെയായിട്ടൊരു അരുവി കാണാം. ഈ അരുവിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കല്ലടയാറിൻ്റെ പ്രധാന പോഷക നദിയായ ഒരു മുക്കടയാറുണ്ട്. മുക്കടയാർ ഒഴുകി വരുന്നത് നമ്മുടെ ചാലിയേക്കര ഭാഗത്തു നിന്നൊക്കെയാണെന്നാണ് ആളുകൾക്ക് അറിയാവുന്നത്. ചാലിയേക്കര മാത്രമല്ല,
അമ്പനാട് മാമ്പഴത്തറ ഭാഗത്തൂടെ ഒഴുകിയിട്ടാണ് അത് ചാലിയേക്കര ഭാഗത്തേക്ക് എത്തി നമ്മുടെ മുക്കടവിൽ വെച്ച് കല്ലടയാറിൽ പതിക്കുന്നത്. ആ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയായിട്ടാണ്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു കയറിയത് നേരത്തെ സൂചിപ്പിച്ച മിഡിൽ ഡിവിഷനിലെ ബംഗ്ലാവിലേക്കാണ്. ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഹെയ്ഡയുടെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ പ്ലാന്റേഴ്സ് പോർട്ടിക്കോ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കുറച്ച് ദൂരം കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ബംഗ്ലാവ് കാണാൻ സാധിക്കും. നമ്മൾ ആ കയറി വന്ന വഴിയൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുകയെ. നമ്മൾ ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇത് പഴയ മിഡിൽ ഡിവിഷൻ ബംഗ്ലാവാണ്. ബ്രിട്ടീഷ് സമയത്തുള്ള ബംഗ്ലാവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വനത്തിനുള്ളിലൊക്കെ ബ്രിട്ടീഷുകാർ ഈ ഒരു ബംഗ്ലാവ് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ അത്രയ്ക്ക് സൂപ്പറായിട്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഈ ഒരു ഭാഗത്തായിട്ട് പണി കഴിപ്പിച്ചത്. കാരണം ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വനമാണ്. അതും കഴിഞ്ഞിട്ട് അവൻ്റെ കുറവന്താവളം മാമ്പഴത്തറ ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ബംഗ്ലാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഹെയ്ഡയുടെ പ്രോപ്പർട്ടിയാണ്. അവർ പ്ലാന്റേഴ്സ് പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ബംഗ്ലാവിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അവരെന്തായാലും ഒരു പഴയ ബംഗ്ലാവ് എടുത്ത് മോഡിഫൈ ചെയ്ത് പ്രീമിയം ലുക്കിലാക്കി നിർത്തിയത് കൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എങ്കിലും വലിയ തുകയാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ടൊരു പൂളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ബംഗ്ലാവിനകത്ത് ഒരു പൂളുണ്ട്. അത്തരത്തിലുള്ളൊരു മനോഹരമായ ലൊക്കേഷനാണ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ട്. പിന്നീട് ഇതിൻ്റെ സ്റ്റേയുടെ ബാക്കി വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം സൂചിപ്പിക്കാം. ബംഗ്ലാവിൻ്റെ താഴെ കാണുന്ന വഴിയിലൂടെ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇടുക്കിയിലേക്ക് പോലുള്ള റോഡുകളാണ്. ടാർ ചെയ്തിരുന്നു, എന്നോ ടാർ ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം ഇളകി പോയിട്ടുണ്ട്. നല്ല വ്യൂ പോയിന്റ് പോലുള്ളൊരു പ്രദേശമാണ്. ഇവിടെ നിന്നാൽ എനിക്ക് തോന്നുന്നത് സൺസെറ്റൊക്കെ കാണാൻ നല്ലതായിരിക്കും. എന്തായാലും താഴെയായിട്ട് അഗാധമായൊരു താഴ്വരയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുക്കടയാറ് നമ്മുടെ ഈ ഒരു താഴ്വാര ഭാഗത്തു നിന്നാണ് ഉത്ഭവിച്ചു പോകുന്നത്. ഒരുപാട് പോഷക നദികൾ ചേർന്നിട്ടാണ് അത് നമ്മുടെ മാമ്പഴത്തറ ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും ഒരു വലിയ നദിയായിട്ട് മാറുന്നത്. അതിനുശേഷമാണ് ചാലിയേക്കരയിൽ നിന്ന് നമ്മുടെ മുക്കടവിലൊക്കെ എത്തുമ്പോഴേക്കും ഒരു വലിയ നദിയായിട്ട് മാറും. നമ്മുടെ റിസർവോയറുമായിട്ട് ബന്ധമില്ലാത്ത നദിയാണ്. കാരണം തെന്മല ഡാമിൽ വെള്ളം സംഭരിക്കുന്ന സമയത്തും കല്ലടയാറിനെ ഇത്രയും സജീവമാക്കി നിർത്തുന്നത് നമ്മുടെ ഈ മുക്കടയാറിലെ വെള്ളമാണ്. ഇത്തരത്തിലുള്ളൊരു വലിയ നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ഞാൻ കുറച്ചും കൂടി ഇനി താഴോട്ട് വന്നേ. ഇവിടെയൊക്കെ നല്ല വനമാണ്. ഇവിടെ ഒരു മനുഷ്യരെയും പോലും കാണാനില്ല. പിന്നീട് കുറച്ചധികം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പണ്ട് ആളുകൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങുകൾ അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. പൊളിഞ്ഞതല്ല, ആന വന്ന് ഇടിച്ചു പൊളിച്ചതാണെന്നാണ് മേളിൽ പറഞ്ഞത്. പിന്നീട് ഇവിടേക്കുള്ള ഇലക്ട്രിക് ലൈനുകളെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ നിന്നും പിന്നീട് ചാർജ് ചെയ്തിട്ടില്ല. കാരണം ഇവിടേക്ക് ആളുകൾ താമസിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ ചാർജ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ട്. ഒരു കാലത്ത് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കണം ഇത്. ഒരു ജംഗ്ഷനോ മറ്റോ ആയിരിക്കാം. കാരണം ഒരുപാട് വീടുകൾ ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. പിന്നീട് ഇവിടെയായിട്ട് വലിയൊരു പ്ലാവുണ്ട്. നിറയെ ചക്കകളാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഏരിയയിൽ ആന കാണും. കാരണം എവിടെ ചക്കയുണ്ടോ അവിടെ എല്ലാം നമ്മുടെ ആന കാണും. ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം ആന പിണ്ടം കണ്ടിരുന്നു. പിന്നീട് മുകളിലെ ഒരു ചേട്ടനാണ് പറഞ്ഞത് പകൽ അങ്ങനെ ഇറങ്ങി കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തെ ഇങ്ങോട്ട് വന്നത്. എങ്കിലും ഇനി മുന്നോട്ട് പോകുന്നത് റിസ്ക്കാണ്. ഇനി അങ്ങോട്ട് നല്ല വനമാണ്. ഈ ഒരു വനം അവസാനിക്കുന്നത് നമ്മുടെ ഒരു വനമേഖലയ്ക്കുള്ളിലേക്കാണ്. അവിടെ ഒരു ഫാക്ടറിയുടെ ഒരു ബൗണ്ടറി ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വനമേഖലയാണ്. നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ല. ആ ഒരു വനമേഖലയുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കുറവന്താവളമൊക്കെ വരുന്നത്. കുറവന്താവളമാണ് പിന്നീട് വനമേഖല കഴിഞ്ഞ് കാണപ്പെടുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഈ ഒരു കാഴ്ച കണ്ടിരുന്നു. തിരികെ വരുമ്പോൾ ഇറങ്ങി കാണാമെന്ന് കരുതിയിട്ടാണ് പോയത്. പഴയ ഒരു മസ്റ്റർ ഓഫീസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു ഫാക്ടറിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു വാഗമനമുണ്ട്. ചുവന്ന വാഗയാണ്. എന്തായാലും ചുവന്ന വാഗയും നീലവാഗയും എല്ലാം ഉൾപ്പെടുന്നതാണ് അമ്പനാട്. ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചു. ഒരു മനുഷ്യൻ പോലും ഇല്ല. നല്ല സൈലൻ്റ് ആണ്. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് ഇവിടുത്തെ സൗണ്ടൊക്കെ. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വേണമെങ്കിൽ കേൾപ്പിക്കാം. ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ടും പഴയൊരു ബിൽഡിംഗ് പൊളിഞ്ഞ് കിടപ്പുണ്ടേ. ഞാൻ പിന്നെ ആ കാട്ടിനകത്തായതുകൊണ്ടാണ് ആ ഒരു ബിൽഡിങ്ങിലൊന്നും കയറി നോക്കാഞ്ഞത്. ഇതാകുമ്പോൾ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. എന്തായാലും വലിയൊരു കെട്ടിടം തന്നെയാണ്. എനിക്കൊന്നും ഇത് വീടായിരിക്കില്ല. എന്തെങ്കിലും കമ്പനിയുടെ ഭാഗമായിട്ടുള്ളൊരു ഓഫീസോ മറ്റോ ആയിരിക്കണം. താഴത്തത് മസ്റ്റർ ഓഫീസിൻ്റെ ഒരു സ്റ്റൈലാണ്. ഇതും കമ്പനിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ആയിരിക്കും. പിന്നീട് ഈ പണിഞ്ഞിരിക്കുന്നത് എനിക്കൊന്ന് സിമെൻറ്റ് കൊണ്ടല്ലെന്ന് തോന്നുന്നു. ഒരു പാറ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിലെല്ലാം മണ്ണാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. പിന്നീട് കോട്ട് ചെയ്തേക്കുന്നത് സിമെൻറ്റോ മറ്റോ ആണ്. അല്ലെങ്കിൽ എനിക്കൊന്ന് ഇനി പഴയ കാലത്തെ നിർമ്മിതി ആയതുകൊണ്ട് സുർക്കിയോ വല്ലതും ആണോ എന്നറിയില്ല. പക്ഷേ ഈ ഇടയ്ക്കുള്ളതെല്ലാം മണ്ണാണ് കേട്ടോ. അതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വരികയാണ്. കാരണം ഇത് പാറയ്ക്കിടെ ഇടയിൽ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് മണ്ണാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കോട്ടിങ് പുറകിൽ വരുന്നത് കൊണ്ട് തന്നെ അതിന് ഇടിഞ്ഞു വീഴുമെന്ന് തോന്നുന്നില്ല. കാരണം ആ വെള്ളമൊക്കെ വന്നാലും നമുക്ക് പുറകിൽ ആ ഒരു പ്ലാസ്റ്ററിങ്, എനിക്കൊന്നത് സുർക്കിയോ അല്ലെങ്കിൽ സിമെൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ ബലത്തിലായിരിക്കും അത് നിൽക്കുന്നത്. പിന്നെ മണ്ണ് അതിനെ ബൈൻഡ് ചെയ്ത് ആ ഒരു പ്ലാസ്റ്റർ പോലെ സൂക്ഷിക്കുന്നതാണ്.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണ്. വലിയൊരു മരമാണ്. ഈ ഒരു മരം കാരണമാണ് ഇവിടുത്തെ ലൈനുകളെല്ലാം പൊട്ടിക്കിടക്കുന്നത്. കാരണം ഇത് നമ്മുടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ്, ഈ ഒരു ഭാഗത്തായിട്ട് നിന്നാണ്. അവിടെ നിന്ന് പിഴുത് റോഡിൻ്റെ നടുവിലേക്കാണ് വീണത്. ആ വീണ സമയത്ത് സൈഡിൽ നിന്ന നമ്മുടെ ഇലക്ട്രിക് ലൈൻ കൂടെ പൊട്ടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ലൈൻ ഇപ്പോഴും അതിൻ്റെ വെയിൽ ഇങ്ങനെ ചുറ്റിക്കിടപ്പുണ്ട്. അതൊന്നും ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് വീടുകളില്ലാത്തതുകൊണ്ട് ഇനി ചാർജ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഒരു ഏരിയയിലേക്കുള്ള കറണ്ട് മുഴുവൻ കളഞ്ഞുകൊണ്ടാണ് ആ ഒരു മരം താഴേക്ക് കിടന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ ഒരു മഴ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മഴ സമയത്താണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് റോഡുകളൊക്കെ കണ്ടില്ല, ഈ ഒരു അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. ടാർ എന്നോ ചെയ്തതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രം ഇവിടെ കിടപ്പുണ്ട്. അല്ലാതെ കുഴപ്പമില്ല, നമുക്ക് വണ്ടിയിലൊന്നും പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ടാറൊന്നും അല്ല. അതുകൊണ്ട് തന്നെ കാറൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു റിസ്ക് ആയിരിക്കും. ഈ ഒരു ഭാഗം വരെ വരാം. കാരണം നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഞാൻ ഈ നിൽക്കുന്ന ജംഗ്ഷനിൽ ഇവിടെ നിന്ന് മുകളിലേക്കാണ് ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് പോകേണ്ടത്, നമ്മുടെ ഹെയ്ഡയുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത്. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ താഴേക്ക് പോയത്. അവിടെയുള്ള റോഡ് വളരെയധികം മോശമാണ്. പക്ഷേ കുറച്ചധികം കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കൊന്ന് പോയി കാണുമെന്നുണ്ടെങ്കിൽ അവിടെ അധികം നല്ല കാഴ്ചകളും വനത്തിൻ്റെ കാഴ്ചകളും ഒക്കെ ഉണ്ട്. പിന്നീട് ആ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങും വാഗമരവും ഒക്കെ ഉണ്ട്. ഇനി വേനൽക്കാലത്ത് എന്തുകൊണ്ട് നമ്മൾ അമ്പനാട് സന്ദർശിക്കണം എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങോട്ട് വന്നത് അടൂരിൽ നിന്ന് പുനലൂർ വഴി നമ്മുടെ ആര്യങ്കാവ് റൂട്ടിൽ അല്ലെങ്കിൽ തെങ്കാശി റൂട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. കഴുതുരുട്ടി എത്തിയാണ് അകത്തേക്ക് കയറി വന്നത്. ആ റൂട്ടിലെല്ലാം നല്ല ചൂടാണ്. ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുമ്പോൾ ഈ റൂട്ടിൽ നല്ല ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങളാണ്. പിന്നീട് വൈകുന്നേരം വേനൽ മഴ പെയ്താൽ കുറച്ച് തണുപ്പ് കിട്ടും. അത് ഒഴിച്ചു നിർത്തിയാൽ പകലും ഉച്ച സമയത്തുമൊക്കെ നല്ല ചൂടായിരിക്കും ഈ ഒരു മേഖലകളിലെല്ലാം അനുഭവപ്പെടുന്നത്. നമ്മൾ കഴുതുരുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രമാണ് അകത്തേക്ക് വന്നത്. ഇപ്പോൾ ഇവിടുത്തെ താപനില ഞാൻ നമ്മുടെ തെർമോമീറ്ററിലൊന്ന് നോക്കിയപ്പോൾ 5 മുതൽ 8 ഡിഗ്രി വരെയൊക്കെ കുറവ് കാണിക്കുന്നുണ്ട്. നമ്മുടെ പുനലൂരിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുനലൂർ സൈഡിലൊക്കെ 39 ഡിഗ്രിയിലൊക്കെ താപനില എത്തിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു 29-30 ഡിഗ്രിയൊക്കെയാണ് ഈ ഒരു സമയത്തും താപനില കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിലും അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടുക്കിക്ക് കയറി പോകുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം നമുക്ക് തണുപ്പൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ ആ ഒരു നല്ല ക്ലൈമറ്റ് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അമ്പനാട്. 21,000 ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അതിനകത്ത് ഇൻക്ലൂഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിക്കാണെങ്കിൽ അത് എക്സ്ട്രാ ചാർജ് ഉണ്ട്. പകലിനാണ് 21 പറഞ്ഞേക്കുന്നത് അല്ലേ? പിന്നെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ചെക്കിൻ ടൈം. പിന്നെ രാവിലെ 11 മണി ചെക്കൗട്ട്. 11 മണിയാണ്. അല്ല, നമ്മൾ വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് വല്ലതും ഉണ്ടോ അവരുടെ? ഇല്ല. നമ്മുടെ ഒരു പയ്യന്റെ നമ്പർ ഉണ്ട്, വേണമെങ്കിൽ തരാം. നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ ആ നമ്പറിലോട്ട് വിളിക്കാം. ആ നമ്പറിലോട്ട് വിളിക്കാം. അവിടെ അങ്ങോട്ട് വേറെ വഴിയൊന്നും ഇല്ല. അകത്ത് പോകും. കാട് വന്നു അവിടെ തീരുവല്ല. അല്ല. പിന്നെ ആളില്ലാത്ത പിന്നെ വീടെല്ലാം പൂട്ടിയിട്ടേക്ക് വരുന്നല്ലോ. അതെല്ലാം ആന അടിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ആളില്ലാത്തോണ്ട് അത് റീവർക്ക് ചെയ്തില്ല. അത് കമ്പനിയുടെ ആണോ? ആ കമ്പനിയാണ്. അണ്ണ എവിടെ നിന്ന് വരുവാ? ഞാൻ അടൂര്. എവിടെ? ഇവിടെ തന്നെയാണോ താമസം? ഞാൻ ഇവിടെ തന്നെ അണ്ണേ. അപ്പൊ അണ്ണൻ താഴെ വരെ പോയിട്ട് വരുവാ അല്ലേ? ഞാൻ അവിടെ എല്ലാം ഒന്ന് പോയി കണ്ടു. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, അങ്ങോട്ടൊക്കെ പോയിട്ടേ ഉള്ളൂ. ശരി. സെൽവത്തോടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അമ്പനാട് സ്വദേശിയായ സെൽവമാണ്. സെൽവത്തോട് ഞാൻ ഹെയ്ഡയുടെ മിഡിൽ ഡിവിഷൻ ബംഗ്ലാവിൻ്റെ റേറ്റൊക്കെ എത്രയാണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു 6 പേർക്ക് 21,000 രൂപയാണെന്ന്. അത് പകലിലുള്ള റേറ്റാണ്. നൈറ്റ് ആണെങ്കിൽ പിന്നീട് വേറെ എക്സ്ട്രാ ഉണ്ട്. അതുകൂടാതെ 2 മണിക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. പിന്നീട് നല്ലൊരു ഓപ്ഷനാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത്. പിന്നീട് പ്രീമിയം സെഗ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും രൂപയാവുന്നത്. 6 പേർക്കാണ് 21,000 വരുന്നത്. ഞാൻ വേണമെങ്കിൽ നമ്പർ കമൻറ്റ് ചെയ്തേക്കാം. താല്പര്യമുള്ളവരല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാലും മതി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് റോഡുകളുണ്ട്. നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന പോലെയല്ല. നമ്മുടെ എനിക്ക് തോന്നുന്ന എസ്റ്റേറ്റിനകത്തോട്ടൊക്കെ പോകാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോഡുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരുപാട് റോഡുകളാണ്. ഞാനങ്ങനെ ഒരു റോഡിലോട്ട് കയറിയതാണ്. പക്ഷേ ഇതൊരു ലയത്തിനകത്തേക്കുള്ള റോഡായിരുന്നു. അത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവസാനിക്കുകയാണ്. എന്തായാലും ഈ ലയത്തിനകത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. ഞാൻ പ്രൈവസി ഉണ്ടായതുകൊണ്ട് അവിടേക്കൊന്നും ക്യാമറ കാണിച്ചിട്ടില്ല. ഞാൻ എന്തായാലും പുറത്തിറങ്ങി. LS70 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ വരെയാണ് ബസ് വരുന്നത്. കാരണം ഇവിടെയൊക്കെ കുറച്ചധികം യാത്രക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ LS70 എന്ന് പറയുന്നത്. നമ്മുടെ ലോവർ മിഡിൽ ഡിവിഷനിലെ വരുന്ന ആളുകളെല്ലാം താമസിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അമ്പനാട്ടിലെ അംഗനവാടിയാണേ. നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പോയപ്പോൾ ഒരു പള്ളി കണ്ടില്ലേ, ഒരു മലയുടെ അടിവാരത്തായിട്ട്. അതുപോലെയുള്ളൊരു നല്ല ലൊക്കേഷനിലാണ് ഈ ഒരു അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയാം. നല്ലൊരു പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെയുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ലയൊക്കെ നിർമ്മിക്കുന്ന പോലെയുള്ള ഒരു ബിൽഡിംഗ് ആണ് പണിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ കമ്പനി തന്നെ പണിഞ്ഞതായിരിക്കാം. ഈ ഒരു ഭാഗത്തായിട്ടൊരു വലിയ മലയുണ്ട്. ഈ മലയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലിയൊരു മല വേറെയുണ്ട്.
ആ ഒരു മല നമുക്ക് നമ്മുടെ നെടുമ്പാറ ഭാഗത്ത് അല്ലെങ്കിൽ നാഗമല ഭാഗത്ത് നിന്നൊക്കെ കാണാൻ പറ്റും. അമ്പനാടെന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്ന മലനിരകളാണ് ആ ഒരു മലയെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ഇപ്പുറവശമാണ്, അതിൻ്റെ അപ്പുറവശമാണ് നാഗമല നെടുമ്പാറ ഭാഗങ്ങളൊക്കെ വരുന്നത്. നാട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്ന ബിൽഡിങ്ങുകളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പുതുമ നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് അമ്പനാട് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റ് ടൈപ്പ് സ്ഥലങ്ങളിലൊക്കെയാണ്, നമ്മുടെ വാൽപ്പാറ അതല്ലെങ്കിൽ മാഞ്ചോല ഭാഗത്തൊക്കെയാണ് ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെയുള്ള ഒരു എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്കിവിടെ ലയങ്ങൾ ടൈപ്പുള്ള ബിൽഡിങ്ങുകൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. അമ്പനാട്ടിലെ മറ്റൊരു കവലയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ അന്നത്തെ യാത്രയിൽ അരണ്ടൽ കണ്ടില്ലേ, അതുപോലെയുള്ള ഒരു ചെറിയ കവലയാണിത്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ചെറിയ കവലകളുണ്ട്. മാത്രമല്ല കമ്പനിയുടെ മസ്റ്റർ ഓഫീസ് വരുന്ന ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ കവലകളുണ്ട്. അത്തരത്തിലുള്ള ഒരു കവലയാണ്. ഞാനൊരു വെള്ളം കുടിക്കാമെന്ന് കരുതി അകത്തേക്ക് കയറിയതാണ്. ഒരു ചെറിയ കടയും റേഷൻ കടയും ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. മുസ്തഫ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ലൈസൻസിലാണ് ഈ ഒരു റേഷൻ കട പ്രവർത്തിക്കുന്നത്. പുള്ളിക്കാരൻ അഞ്ചൽ സ്വദേശിയാണ്. ഇവിടെ വന്ന് താമസിക്കുകയാണ്. അതായത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ കാലം മുതലേ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം ചേട്ടന് ഇവിടെ ഒരു കടയൊക്കെ ആയിട്ട് ഇവിടെ താമസിച്ചു പോരുകയാണ്. ഇത് ഫാക്ടറിയുടെ അല്ലോ ആണോ? അത് ഫാക്ടറിയുടെ അല്ലോ ആണോ? റബ്ബർ ഫാക്ടറി ആണോ? മറ്റത് ഇതാണ് മസ്റ്റർ ഓഫീസ്. ആ ഹാ ഹാ. ആ അങ്ങോട്ട് പോയി. അവിടെ അങ്ങോട്ടൊന്നും ഇപ്പൊ താമസം എന്തോ ആ ഒരു യൂട്യൂബിന്റെ അങ്ങോട്ടൊന്നും ഇപ്പൊ താമസം ഒരുപാട് പേര് വന്നെടുക്കുന്നു ആണില്ലയോ? അങ്ങോട്ടൊന്നും താമസമില്ല ഇപ്പൊ ആ നമ്മുടെ അതിന്റെ താഴോട്ടില്ല ഇല്ല. ആ ഹാ. അപ്പൊ മൊത്തം ആനയോ അവിടെ ഇല്ലയോ? അഞ്ചല്ല അല്ലേ? ആ ഹാ. ഇവിടെ എങ്ങനെ വന്ന് എവിടെ ഇവിടെ ജോലി ഉണ്ടായിരുന്നു? ആ ഹാ. ഒരുപാട് കുടുംബങ്ങളുണ്ടോ അവിടെ? കുറച്ച് 10-400 എല്ലാം കൂടെ ഒരു 10,000-1500 പേര് 5 ഡിവിഷനിലായിരുന്നു. ആ ഹാ ഹാ. ഇവിടെ മൃഗശല്യമൊക്കെ ഉണ്ടോ? മൃഗശല്യം ആന, പുലി. ആ ചെഞ്ഞ് മഴ കിട്ടുന്നുണ്ടോ അവിടെ? മഴയുണ്ട് ഉണ്ടെന്ന് പറയുന്നില്ലയോ? അല്ല ഇന്നൊക്കെ കിട്ടിയ ഇവിടെ ഉണ്ടായിരുന്നു? ഇടിയും മഴയായിരുന്നു, മറ്റേ ചാറ്റലേ ഉള്ളായിരുന്നു. ആയിരുന്നില്ലേ? അവിടെ പത്തനംതിട്ടയൊക്കെ നല്ല വെയ്ത്ത. നല്ല വെയില. ഓക്കെ. എങ്ങനെ പേരെങ്ങനെ? മുസ്തഫ. അതിന്റെ മുകളിൽ കയറി പാറയുടെ വ്യൂ ഒക്കെ എടുക്കാം. ഇതിനും ഉണ്ടല്ലോ? ആ ഹാ. ഓക്കെ. അമ്പനാട് ലോങ് ആയിട്ട് കിട്ടും. ആ ഹാ. അഞ്ചലുകാരനായ മുസ്തഫ ചേട്ടനോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കിയത്. വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഈ ഏരിയയുടെ കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തന്നു. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് മറ്റാളുകളോട് പറയുന്നത്. പക്ഷെ ചിലർക്ക് നേരെ തിരിച്ചുമാണ്. നമ്മളിപ്പോൾ ഈ വ്ളോഗുമായിട്ട് നടക്കുന്നതിന് കൃത്യമായിട്ട് അറിയാം. ചിലർക്ക് ഭയങ്കര ദേഷ്യവും, ചിലർ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ ഈ ഒരു വ്ളോഗിങ്ങുമായിട്ടൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം സാധാരണമാണ്. പക്ഷെ ചില ആളുകൾ നമ്മളോട് ഇതുപോലെയാണ് പെരുമാറുന്നത്. വളരെ സ്നേഹത്തോടെ ആ ഒരു മേഖലയിലെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതെന്തായാലും നന്നായി. ചേട്ടൻ പറഞ്ഞനുസരിച്ചാണ് എൻ്റെ മുകളിലേക്ക് കയറിയത്. ഒരു 360 ഡിഗ്രി വ്യൂ കാണാമെന്നാണ് പറഞ്ഞത്. ശരിയാണ്. മുകളിലെ മലയും താഴെയുള്ള ബിൽഡിങ്ങുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളൊരു കളമാണ്. എന്തെങ്കിലും ഉണങ്ങാനിടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഷീറ്റോ വല്ലതും ആയിരിക്കാം. ഓക്കെ എന്നാ. ഒരു അമ്മയും കുഞ്ഞുമാണ് അങ്ങോട്ട് നടന്നു പോയത്. കുഞ്ഞിനെ നല്ല തലപ്പാവ് പോലെ എന്തൊക്കെയോ തലയിലൊക്കെ കെട്ടി കൊണ്ടുപോവുകയാണ്. വെയിലായി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആവണം. കുഞ്ഞിന് വണ്ടി കണ്ടപ്പോൾ നല്ല സന്തോഷം. ഞാൻ അതാണ് കൈ കാണിച്ചത്. ഇവിടങ്ങളിൽ അധികം വണ്ടിയൊന്നും പിന്നീട് വരാറില്ല. ഇടയ്ക്കൊക്കെയുള്ള ട്രിപ്പ് ജീപ്പുകളും 2 വീലറുകളും അങ്ങനെയുള്ള പിന്നീട് വൈകിട്ടും രാവിലെയായിട്ട് വരുന്ന ബസ്സും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊക്കെ കാണുന്നത് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ലോവർ ഡിവിഷനുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ മെത്താപ്പ് ഗേറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്.
നമ്മൾ ഇനി പോകുന്നത് അരണ്ടൽ ഭാഗത്തേക്കല്ല. അരണ്ടലിലേക്ക് ഇന്ന് കടത്തി വിടത്തില്ല. ഞങ്ങൾ വന്ന സമയത്ത് പറഞ്ഞായിരുന്നു അരണ്ടൽ നമ്മുടെ വ്യൂ പോയിന്റ്, തേയില ഫാക്ടറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊന്നും ഇന്ന് കടത്തി വിടില്ല. അവിടെ എന്തോ കോവിലിൽ ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്സവം നടത്തുന്നത് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഓണറാണ്. അവരുടെ ഒരു പ്രൈവസി കാരണം നമ്മളെ അങ്ങോട്ട് കടത്തി വിടില്ല. നമുക്ക് അവിടെ നിന്ന്, അതായത് മെത്താപ്പ് ഗേറ്റിൽ നിന്ന് ആനച്ചാടി ഗേറ്റ് കടന്ന് ആനച്ചാടി ഭാഗത്തേക്ക് പോകാം. അവിടെയുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ജക്രാന്ത പൂക്കൾ പൂത്തു നിൽക്കുന്നത്. ജക്രാന്ത ഇപ്പോൾ കുറവാണ്, പിന്നീട് വാഗമരങ്ങളും ഉണ്ട്. ആ ഒരു കാഴ്ചയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഈ കാണുന്നതാണ് ആനച്ചാടി ഗേറ്റ്. പണ്ട് നമ്മുടെ ഈ ഒരു മെത്താപ്പ് ഗേറ്റ് വഴി മാത്രമേ ആളുകളെ കയറ്റി വിട്ടിരുന്നുള്ളൂ. അവിടെയാണ് പാസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നേരത്തെ ആനച്ചാടി ഗേറ്റിൽ നമ്മുടെ പാസ് ഒന്നും കൊടുക്കാനായിട്ട് ആളില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആളുകൾ ആനച്ചാടി വഴി കയറി വന്നിട്ട് ഈ ഒരു ഗേറ്റിലൂടെ നമ്മുടെ തേയില ഫാക്ടറിയിലേക്കും വ്യൂ പോയിന്റിലേക്കൊക്കെ പോയി. അങ്ങനെ കമ്പനിക്ക് പിന്നീട് മനസ്സിലായി ആളുകൾ ഇതുവഴി കയറുന്നുണ്ട് എന്ന്. ആളുകളെന്ന് പറയുമ്പോൾ ബൈക്ക്, 2 വീലേഴ്സിന് മാത്രമാണ് ഇതുവഴി കയറാൻ പറ്റുന്നത്. കാരണം ഈ ആനച്ചാടി ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കമ്പനി പിന്നീട് ഈ ആനച്ചാടി ഭാഗത്തായിട്ട് പാസ് ഏർപ്പെടുത്തിയത്. ആനച്ചാടി വഴി വരുന്നവർക്കും പിന്നീട് മെത്താപ്പ് ഗേറ്റ് വഴി വരുന്നവർക്കും പാസ് ഉണ്ടായിരിക്കും. പിന്നീട് എന്തിനാണ് കമ്പനി ഈ ഒരു ഭാഗം അടച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എസ്റ്റേറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ ഫാക്ടറി ലിമിറ്റഡ് ഒരെണ്ണമാണ്. അത് കഴിഞ്ഞിട്ട് പ്രിയ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതെനിക്കൊന്ന് രണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റുമായിട്ട് ബോർഡർ പങ്കിടുന്നത് പ്രിയ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്തെല്ലാം കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾ കയറി വരും. അവരുടേതായ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ശല്യവും പിന്നീട് എന്തൊക്കെ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കമ്പനി പിന്നീട് ഒരു ഭാഗത്തേക്കുള്ള എൻട്രി ക്ലോസ്ഡ് ആക്കിയത്. അതിനുശേഷം പിന്നീട് ആളുകൾ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും പാസ് കൊടുത്ത് ഫീൽഡ് വിസിറ്റ് എന്ന പേരിൽ പിന്നീട് ആളുകളെ വീണ്ടും പ്രവേശിപ്പിക്കാനായിട്ട് തുടങ്ങി. ആനച്ചാടി ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും നമ്മളിവിടെ ഇങ്ങനെ ജക്രാന്ത വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മലയിൽ നിറയെ ജക്രാന്തയും വാഗമരങ്ങളും എല്ലാം പൂത്തു നിൽക്കുന്ന കാണാൻ പറ്റും. ഈ വ്യൂ പോയിന്റ് ഫേമസ് ആണ്. നമ്മുടെ മൂന്നാറിലൊക്കെ സാധാരണയായിട്ട് ജക്രാന്ത പൂക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പനാടും ജക്രാന്ത മരങ്ങൾ പൂത്തുലയാറുണ്ട്. ആ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാർച്ച് പകുതിയോടെ തുടങ്ങി മെയ് പകുതിയോടുകൂടി അവസാനിക്കുന്നതാണ് ജക്രാന്ത സീസൺ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഏകദേശം ജക്രാന്തകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് നമുക്ക് ചില മരങ്ങളൊക്കെ കാണാൻ പറ്റി. ചുവന്ന വാഗ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ നീലവാഗയായിട്ടുള്ള ജക്രാന്ത കുറേയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്കൊന്ന് ചുവന്ന വാഗയുടെ അത്രയും നിൽക്കുന്ന ഒരു ചെടിയല്ല നീലവാഗ അല്ലെങ്കിൽ ജക്രാന്ത എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാനായിട്ട് കുറച്ച് ജക്രാന്ത പൂക്കൾ ഉണ്ടായിരുന്നു. അതെന്തായാലും പോകുന്ന വഴിയിൽ കാണാൻ സാധിച്ചു. അതുകൂടാതെ നമ്മൾ ഈ അമ്പനാട് വീഡിയോ ഇട്ട സമയത്ത് കുറേ ആളുകൾ ചോദിച്ചൊരു സംശയമാണ് ഈ റോഡിലൂടെ കാറ് പോകുമോ എന്ന്. നമ്മൾ ഈ വന്ന വഴിയെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. ഈ ഒരു വഴി മാത്രമാണ് എനിക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാറ് വരുന്നതിന്. പക്ഷേ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് അത്യാവശ്യം വാഹനം നന്നായിട്ട് ഈ ഒരു റോഡിലൂടെ ഓടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇതുവഴി വരിക. കാരണം ഒരു സൈഡിൽ നല്ല അഗാധമായ കൊക്കയാണ്. പിന്നീട് അവിടെ കെട്ടിയിട്ടൊന്നുമില്ല, ചരലൊക്കെ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാർ എടുത്ത് ഈ ഒരു ആനച്ചാടി ഗേറ്റ് വഴി വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അരണ്ടലിലും നമ്മൾ പോയ ലോവർ ഡിവിഷനിലും ഒക്കെ പോയിട്ട് വരാം. അരണ്ടൽ ടീ ഫാക്ടറി വ്യൂ പോയിന്റ് അവിടെ എല്ലാം കാറുമായിട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കുറച്ചെങ്കിലും റിസ്ക് ഉള്ളത് ഈ ഒരു ഏരിയയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അഗാധമായ കൊക്ക ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതുവഴി ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. മേലെ ആനച്ചാടിക്കും ആനച്ചാടി ഗേറ്റിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഇത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:40 ആയിട്ടുണ്ട്. ഇപ്പോഴും താപനില അധികം ഒന്നും കൂടിയിട്ടില്ല. 30 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ 28 കാണിക്കുന്നു, 29 കാണിക്കുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ചൂടിൽ നിന്ന് ആശ്വാസം തരുന്നൊരു തണുപ്പുണ്ട്. പിന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ ഒരു താഴ്വാര ഭാഗത്തു നിന്നെല്ലാം കാറ്റ് ഇവിടേക്ക് അടിച്ചു കയറുകയാണ് ഈ ഒരു മലയിലേക്ക്. ആ ഒരു കാറ്റിലാണ് ഈ ജക്രാന്തിയും വാഗമരങ്ങളും എല്ലാം നിന്ന് ആടുന്നത്. ആ ഒരു സൈഡിൽ മാത്രമല്ലേ, നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വഴിയിലെല്ലാം ഇതുവരെ ജക്രാന്തയും വാഗമരങ്ങളും എല്ലാം നിൽപ്പുണ്ട്. നല്ല വിജനമാണ്, സൈലൻ്റ് ആണ്. ഞാൻ വന്ന വഴിയിൽ ഓപ്പോസിറ്റോ എൻ്റെ പുറകിലോ ഒന്നും ഒരു വാഹനം പോലും ഇല്ല.
ഓരോ സ്ഥലത്തും ഒരു 10-15 മിനിറ്റ് ഒക്കെ നിർത്തി ഞാൻ കാഴ്ചകൾ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ പുറകിലൊന്നും ഒരൊറ്റ വാഹനങ്ങൾ വരുന്നില്ല. അത്രയും സൈലൻ്റ് ആയിട്ടുള്ള അത്രയും സമാധാനം തരുന്ന ഒരു സ്ഥലമാണ് അമ്പനാട്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്താണ് കുറച്ച് ഹൈ റേഞ്ചിൻ്റെ പ്രതീതി വരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മിനി മൂന്നാർ എന്നൊക്കെ പല വീഡിയോയിലും ആളുകൾ അമ്പനാടിനെ വിശേഷിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തെ കാണിച്ചിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തേയിലത്തോട്ടവും പിന്നീട് ഉയർന്ന പ്രദേശങ്ങളും മലയും താഴ്വാര പ്രദേശങ്ങളും എല്ലാം ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ മിനി മൂന്നാർ എന്ന് നമ്മുടെ ഈ ഒരു അമ്പനാടിനെ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മൂന്നാറിൽ കാണപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ അമ്പനാട് കാണാൻ പറ്റും. അത് ഈ ചക്രാന്തയൊക്കെയാണ്. അതിനെല്ലാം കാരണം ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഭാഗത്തെല്ലാം ചക്രാന്ത നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അതായത് ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ആ റോഡിന് ഭംഗി കൂടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം അവർ ഈ ഒരു ഭാഗത്തെല്ലാം ചക്രാന്തകളും വാഗമരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുക. സമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ടേ. നമ്മൾ രാവിലെ 8:30-ക്കായിരുന്നു കഴുതുരുട്ടിയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്. ഇപ്പോഴും ഇവിടുത്തെ താപനില 30 ഡിഗ്രി അടുപ്പിച്ച് തന്നെ ഉള്ളൂ. അതായത് നമുക്ക് നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അമ്പനാട് എന്നതിൻ്റെ തെളിവാണത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര നമ്മൾ ഉപേക്ഷിച്ചതാണ്. കാരണം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, വേനൽ മഴയാണ്. അങ്ങനെ വേനൽ മഴയുള്ള സമയത്ത് ഇടിയോടുകൂടിയ മഴയാണ് സാധാരണ ലഭിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പോയി നിൽക്കുന്നത് റിസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്ര ഉപേക്ഷിച്ചത്. അമ്പനാട് നിന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ മടങ്ങിപ്പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് വന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മേലെ ആനച്ചാടിയിലാണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റേജൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവമായിരുന്നു തോന്നുന്നു ഇന്നലെ. ശരിക്കും മഴക്കാലത്തൊക്കെ ഏറ്റവും സുന്ദരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ആ മേലെ ആനച്ചാടി. കാരണം എപ്പോഴും അവിടെ കോട ഇറങ്ങി നിൽക്കുക ഒരു മഴക്കാലത്തൊക്കെ. അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഇനി മഴക്കാലത്തും കൂടി ഒരു തവണ അമ്പലനാട്ടിലേക്ക് വരണം. നമ്മൾ മഞ്ഞുകാലത്ത് വന്നു, വേനൽക്കാലത്ത് വന്നു, ഇനിയുള്ളത് മഴക്കാലമാണ്. നമ്മളങ്ങനെ ആനച്ചാടി ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആനച്ചാടി ഗേറ്റിൽ പാസ് ചോദിക്കുന്നുണ്ട്. നമ്മളെന്തായാലും മെത്താപ്പ് ഗേറ്റിൽ നിന്ന് എടുത്തതുകൊണ്ട് ആ പാസ് കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോയാൽ മതി. ആനച്ചാടി ഗേറ്റിൽ നിന്ന് വരുന്നവരൊക്കെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ കമ്പനി ഇപ്പോൾ നമ്മുടെ കഴുതുരുട്ടിയിലായിട്ട് ആനച്ചാടിയിലേക്ക് തിരിയുന്ന ഭാഗത്തായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് അബദ്ധത്തിലൊക്കെ കയറി വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടേക്കും. പക്ഷേ നിങ്ങൾ ആ ബോർഡൊക്കെ കണ്ടിട്ട് പിന്നെയും അതുവഴി പോവുകയാണെങ്കിൽ കമ്പനി വിലക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരിക. നമ്മൾ ലോവർ ആനച്ചാടിയിലേക്ക് എത്തിയിട്ടുണ്ട്, താഴെ ആനച്ചാടി. ഇവിടെ വരെയാണ് സാധാരണയായിട്ട് തണുപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ നല്ല ക്ലൈമറ്റ് കിട്ടുന്ന പ്രദേശമുള്ളത്. പിന്നീട് നമ്മളങ്ങോട്ട് ലോവർ ആനച്ചാടി താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ചൂടായി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ലോവർ ആനച്ചാടിയിൽ താഴെയായിട്ട് ഇപ്പോൾ മുഴുവൻ റബ്ബറും വെട്ടിയിട്ട് ഇപ്പോൾ പൈനാപ്പിൾ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് താഴെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ വന്ന്. അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫുൾ പാക്കേജാണ്. നമ്മൾ അമ്പനാട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പനാടും കാണാം, ആനച്ചാടി ഭാഗവും കാണാം. ആനച്ചാടിയിൽ അമ്പനാടിൻ്റെ ആ ഒരു ക്ലൈമറ്റ് കിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല വ്യൂ പോയിന്റുകളും നമുക്കിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുമൊക്കെ ആനച്ചാടിയിലും ഉണ്ട്. അങ്ങനെ ആനച്ചാടി മലയിറങ്ങി നമ്മൾ തകരപ്പുരയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പനാട് ആനച്ചാടി ഭാഗത്തു നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വെള്ളവും മറ്റും കുടിക്കാൻ പറ്റിയ ഒരു ചെറിയ ജംഗ്ഷനാണിത്. ഞാൻ എന്തായാലും ഒരു വെള്ളം കുടിച്ചിട്ട് മടങ്ങി പോകാമെന്ന് കരുതി. ഏകദേശം 1 മണി അടുപ്പിച്ചാകുന്നു. നമ്മളങ്ങനെ ഉച്ചയോടുകൂടി നമ്മുടെ അമ്പനാട് യാത്ര അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അതിൻ്റെ റീസൺ. വൈകുന്നേരമൊക്കെ നല്ല ഇടിയോടുകൂടിയ മഴയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വൈകുന്നേരമൊക്കെ
ഇത്തരത്തിലുള്ള പ്രദേശത്ത് നിൽക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇടിമിന്നൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് തീവ്രമായ അവസ്ഥയിലാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയോടുകൂടി നമ്മൾ കഴുതുരുട്ടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വേനൽക്കാലത്തെ അമ്പനാട് യാത്ര എന്നതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അങ്ങനെ മറ്റൊരു യാത്രയായിട്ട് ഇനി നമ്മൾ വീണ്ടും മടങ്ങി വരുന്നതാണ്. അതുവരേക്കും നന്ദി.